ഹരി ശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു. ഓം കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. എല്ലാവർക്കും വാൽമീകി രാമായണത്തിലേക്ക് സ്വാഗതം. യുദ്ധകാണ്ഡത്തിലെ 74-ാം സർഗമാണ് വ്യാഖ്യാനം പറയുന്നത്. ബ്രഹ്മാസ്ത്ര മോചനം. വാനരന്മാരും അതേമാതിരി രാമലക്ഷ്മണന്മാരും ഇന്ദ്രജിത്തിൻ്റെ ബ്രഹ്മാസ്ത്രം കൊണ്ട് മോഹിതരായിത്തീരുന്നു. ഇന്ദ്രജിത്ത് അവരെല്ലാവരും ബ്രഹ്മാസ്ത്രം കൊണ്ട് ബന്ധിച്ച് വിജയിയായി തിരിച്ചുപോയി. ഇതുകൊണ്ട് ദുഃഖിച്ചിരിക്കുകയാണ്. അത് എല്ലാവരും വീഴ്ത്തി. അവസാനം രാമലക്ഷ്മണന്മാരെയും കൂടെ വീഴ്ത്തി. സുഗ്രീവനടക്കം അംഗദൻ തുടങ്ങിയ എല്ലാവരെയും അസ്ത്രം കൊണ്ട് ബന്ധിച്ചു. 100, 200, 500 അങ്ങനെ അനവധി അസ്ത്രങ്ങൾ ഓരോരോ വാനരന്മാർക്കും ഏൽപ്പിച്ച് ഇന്ദ്രജിത്ത് വിജയം മുഴക്കിക്കൊണ്ടുപോയി. ആ സമയത്ത് അവരെ രാമലക്ഷ്മണന്മാരും കൂടെ വീണ് കണ്ടു കഴിഞ്ഞപ്പോൾ ആ വാനരോത്തമന്മാരുടെ സൈന്യം മുഴുവനും മോഹാത്സ്യപ്പെട്ടു വീണു. ബാക്കി ഇനിയൊരാരുമില്ല. സുഗ്രീവനും നീലനും അംഗദനും ജാമ്പവാനും ഒന്നും പ്രതികരിച്ചില്ല. ആർക്കും ഒന്നും മിണ്ടാൻ സാധിച്ചില്ല. അപ്പോൾ ബുദ്ധിമാന്മാരിൽ വിശിഷ്ടനായ വിഭീഷണന് ഈ ഒന്നും പറ്റിയിട്ടില്ല, അപകടം. വിഭീഷണൻ സംതപ്തമായ ആ സൈന്യത്തെ കണ്ട് വാനര രാജവീരനെ, അതായത് സുഗ്രീവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് അതുല്യമായ വാക്കുകളിൽ ഇങ്ങനെ പറഞ്ഞു. വിഭീഷണൻ സുഗ്രീവനോട് പറയാണ്, ഭയപ്പെടണ്ട. ആര്യപുത്രന്മാർ ഇരുവരും വിഷ്ണന്നരും വിവശരുമായതിൽ വിഷാദിക്കേണ്ട കാര്യമില്ല. ബ്രഹ്മാവിൻ്റെ വാക്യത്തെ ആദരിച്ചാണ് ഇന്ദ്രജിത്തിൻ്റെ അസ്ത്രജാലത്താൽ അവർ തളർന്നുപോയത്. അതുല്യവേഗമുള്ള വിശിഷ്ടമായ ഈ ബ്രഹ്മാസ്ത്രം ബ്രഹ്മാവ് തന്നെ അവന് നൽകിയതാണ്. അടരിൽ അതിനെ ആദരിച്ചാണ് രാജപുത്രന്മാർ വീണത്. അതിൽ വിഷാദിക്കാൻ എന്തിരിക്കുന്നു? വിഭീഷണന്റെ വാക്ക് കേട്ട് ധീമാനും മാരുതപുത്രനുമായ ഹനുമാൻ ബ്രഹ്മാസ്ത്രത്തെ മാനിച്ചുകൊണ്ട് ആ വിഭീഷണനോട് പറഞ്ഞു, ശക്തന്മാരായ വാനരന്മാരുടെ ഈ സേനയിൽ വീണുകിടക്കുന്ന ഈ വാനരന്മാരിൽ പ്രാണൻ പോകാത്തവരെ എല്ലാം നമുക്ക് പരിചരിക്കാമെന്ന്. വീരന്മാരായ അവരിരുവരും, അതായത് ഹനുമാനും രാക്ഷസോത്തമനായ വിഭീഷണനും ആ രാത്രിയിൽ പന്തങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോർക്കളത്തിൽ സഞ്ചരിച്ചു നടക്കുകയാണ്. ആരെങ്കിലും മരിക്കാതെ ഉണ്ടോ ഇതിലെന്ന് നോക്കിക്കൊണ്ട് നടക്കുകയാണ്. അംഗങ്ങളെല്ലാം മുറിഞ്ഞ് ചോര വാർന്ന് അവിടെ ഇവിടെ മൂത്രമൊഴിച്ചും വീണുകിടക്കുന്ന പർവ്വതാകാരന്മാരായ ആ വാനരന്മാരും അതേമാതിരി ആയുധജാലങ്ങളും നിറഞ്ഞ് ഭൂമി മറഞ്ഞു. ഭൂമിയിൽ മുഴുവൻ ഈ വാനരന്മാർ വീണുകിടക്കുന്നു. അവരുടെ ആയുധങ്ങളൊക്കെ ആ രാക്ഷസന്മാരുടെ ആയുധങ്ങളും അവിടെ വീണുകിടക്കുന്നു. അങ്ങനെ ഭൂമി നിറഞ്ഞു കാണപ്പെട്ടു ആ പോർക്കളം. സുഗ്രീവനും അംഗദനും നീലനും ശരഭനും ഗന്ധമാദനനും എല്ലാവരും വീണു. ഓജസ്വികളായ 67 കോടി വാനരന്മാരെ പകലിന്റെ 5-ാമത്തെ ഭാഗം കൊണ്ട് ആ ഇന്ദ്രജിത്ത് വധിച്ചു, നിഹനിച്ചു. 5-ാമത്തെ ഭാഗം കൊണ്ട് ഒരു പകലിനെ 5 ഭാഗമാക്കി തിരിച്ചാൽ 6 നാഴിക വീതം, അപ്പം 30 നാഴിക കഴിയും. അങ്ങനെയുള്ള അവസാനത്തെ, അതാണ് ഭ്രാന്നം, പൂർവാന്നം, മധ്യാഹ്നം, അപരാഹ്നം, സായാഹ്നം, ഇങ്ങനെയാണ് 5 ഭാഗങ്ങൾ. അതിൽ ഒടുവത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ സായാഹ്നം. ഒടുവിലത്തെ ഭാഗമായ 6 നാഴികയായ സായാഹ്നത്തിലാണ് ഇന്ദ്രജിത്ത്
ആ വാനരന്മാരെ വധിച്ചത് എന്നാണ് പറഞ്ഞത്. അന്നപഞ്ചമശേഷേണ വല്ലഭേന സ്വയംഭുവ സപ്തഷഷ്ടി ഹതാകോട്യാ വാനരാണാം തരസ്വിനാം അന്നപഞ്ചമശേഷേണ വല്ലഭേന സ്വയംഭുവ. ഇത് പറഞ്ഞത് ഇതാണ്, അവസാനത്തെ 6 നാഴിക. ആ സന്ധ്യ സമയത്താണ് ഇന്ദ്രജിത്ത് വാനരന്മാരെ വധിച്ചത്. അസ്ത്രമേറ്റ് വീണുകിടക്കുന്ന വാനരന്മാരെ കണ്ട് അവർ ജാമ്പവാനെ തിരഞ്ഞു. വീണുകിടക്കുന്നവരിൽ ജാമ്പവാനെങ്ങാൻ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് നോക്കി അന്വേഷിച്ച് നടക്കാണ് ഹനുമാനും വിഭീഷണനും. വൃദ്ധനും അസംഖ്യം അമ്പുകളേറ്റുവനും ബ്രഹ്മപുത്രനുമായ ജാമ്പവാനെ അവർ കണ്ടെത്തി. അടുത്തു ചെന്ന് വിഭീഷണൻ ചോദിച്ചു, മൂർച്ചയുള്ള അമ്പുകളേറ്റ് അങ്ങയുടെ ജീവൻ പോയിട്ടില്ലല്ലോ, അങ്ങ് ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ എന്ന് ആശ്വാസത്തോടെ അന്വേഷിക്കുകയാണ്. അത് കേട്ടിട്ട് ആ ജാമ്പവാൻ പറയാണ്, വൃക്ഷഭംഗവനായ ജാമ്പവാൻ വിഭീഷണന്റെ വചനം കേട്ട് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് സംസാരിക്കുകയാണ്. ഒച്ച കൊണ്ടാണ് ഞാൻ അങ്ങയെ തിരിച്ചറിയുന്നത്. വിഭീഷണനാണെന്ന് മനസ്സിലായി. എന്നെ മനസ്സിലായോ എന്ന് വിഭീഷണൻ ചോദിക്കുകയാണ്. ആ സമയത്ത് പറയാ, ശബ്ദം കൊണ്ട് ഞാൻ അങ്ങയെ തിരിച്ചറിഞ്ഞു. കണ്ണുകളൊന്നും കാണാൻ സാധിക്കില്ല. കൂരമ്പകള് തറഞ്ഞ് ഞാൻ അങ്ങേയറ്റം അവശനായി കിടക്കുകയാണ്, എനിക്ക് കാണാൻ സാധിക്കുന്നില്ല എന്ന് ആ ജാമ്പവാന്റെ വാക്ക് കേട്ടു. അഞ്ജനാപുത്രനും വായുപുത്രനുമായ വാനരവീരനായ നമ്മുടെ ഹനുമാൻ എങ്ങാനും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് നോക്കാൻ ആ ജാമ്പവാൻ അവരോട് പറയാണ്. ഹനുമാൻ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറയാണ്, അങ്ങ് ആര്യപുത്രന്മാരെ ഗണിക്കാതെ വായുപുത്രനെ കുറിച്ച് എന്തുകൊണ്ടാണ് ചോദിക്കുന്നത്? രാമലക്ഷ്മണന്മാരെയോ സുഗ്രീവനെയോ അംഗദനെ കുറിച്ചൊന്നും അന്വേഷിക്കാതെ ആ ഹനുമാനോട് മാത്രം ഇത്ര വാത്സല്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറയാണ്, ഹനുമാൻ ജീവിച്ചോട് ഇരിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ജീവിക്കും. ആ ഹനുമാൻ പ്രാണൻ വെടിഞ്ഞാൽ എല്ലാവരും മരിച്ചതുപോലെ തന്നെ, പിന്നെ ആർക്കും ജീവിതം തിരിച്ചു കിട്ടില്ല. അപ്പോൾ വായുപുത്രനായ ഹനുമാൻ ആ വയോധികനെ സമീപിച്ച് പാദങ്ങൾ സ്പർശിച്ച് വിധിപ്രകാരം ജാമ്പവാനെ അഭിവാദനം ചെയ്തു. പേര് പറഞ്ഞ് അഭിവാദനം ചെയ്തു. ഹനുമാന്റെ ഒച്ച കേട്ടപ്പോൾ ജാമ്പവാൻ ആശ്വാസമായി. ആ രക്ഷഭംഗവൻ ഹനുമാന്റെ വാക്ക് കേട്ട് പുനർജന്മം നേടിയ പോലെ സന്തോഷിച്ചു. ഹനുമാൻ ഉണ്ടല്ലോ, ജീവിതം രക്ഷപ്പെടും എല്ലാവരുടെയും എന്ന് മനസ്സിൽ ചിന്തിച്ചു. അതിതേജസ്വിയായ ആ ജാമ്പവാൻ അപ്പോൾ ഹനുമാനോട് പറഞ്ഞു, നീ ഈ വാനരന്മാരെയും നമ്മുടെ രാഘവന്മാരെയും രക്ഷിക്കണം. നിനക്കേത് കഴിയുള്ളൂ. നിന്റെ പരാക്രമം പ്രകടിപ്പിക്കാനുള്ള കാലമാണിത്. മറ്റാരെയും ഞാൻ അതിനായിട്ട് കാണുന്നില്ല എന്ന് പറയാണ്. ഇവരെ ഈ ശരവിമുക്തരാക്കുക, രാമലക്ഷ്മണന്മാരെ സൈന്യങ്ങളെല്ലാം നീ സന്തോഷിപ്പിക്കണം. മരിച്ചു കിടക്കുന്ന എല്ലാവരെയും നീ രക്ഷിക്കണം. എങ്ങനെയാണെന്നല്ലേ? സമുദ്രത്തിൻ്റെ മുകളിലൂടെ വളരെ ദൂരം പോയി പർവ്വതശ്രേഷ്ഠനായ ഹിമവാനിൽ ചെല്ലണം. അവിടെ പൊക്കമേറിയതും പൊന്മയവുമായ ഋഷഭം എന്ന ഉത്തമ പർവ്വതവും കൈലാസ ശിഖരവും കാണാം. ഹിമാലയത്തിലെ കൈലാസ ശിഖരത്തിൻ്റെയും ഋഷഭപർവ്വതത്തിൻ്റെയും മധ്യത്തിൽ ആ ശൃംഗങ്ങൾക്കിടയിൽ പ്രദീപ്തവും അതുലപ്രഭവും ഔഷധികളും ഉള്ളതുമായ ഔഷധി പർവ്വതം കാണാം. അവിടെയാണ് ഔഷധങ്ങൾ നിറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ 10 ദിക്കുകളെയും പ്രകാശിപ്പിക്കുന്നതുമായ 4 ഔഷധികൾ കാണാം. പ്രദീപ്തവും പ്രകാശം പരത്തുന്നതുമായ 4 ഔഷധികൾ ഏതൊക്കെയാണ്? മൃതസഞ്ജീവനി, വിശല്യകരിണി, സാവർണ്യകരിണി, സന്ധാനകരിണി. ഇങ്ങനെയാണ് ഈ 4 ഔഷധികൾ. മൃതസഞ്ജീവനി കൊണ്ട് മരിച്ചവരെ പുനരുജ്ജീവിപ്പിക്കാൻ സാധിക്കും, ജീവിപ്പിക്കാം. വിശല്യകരിണി വ്രണങ്ങളെ ഉണക്കുന്നതാണ്, മുറിവുകളെല്ലാം ഉണക്കും. സന്ധാനകരിണി മുറിഞ്ഞ അംഗങ്ങളെ കൂട്ടിച്ചേർക്കുന്നതാണ്. സാവർണ്യകരിണി ആ മുറിവിൻ്റെ പാടുകളെല്ലാം വടുക്കളിൽ ഇല്ലാതാക്കുന്നതാണ്. ഇങ്ങനെയുള്ള ഈ 4 ഔഷധങ്ങൾ അവിടെ കാണാം. അവയെല്ലാം കൈക്കലാക്കി നീ വേഗം ഇവിടെ വന്നു ചേരണം. വാനരന്മാർക്ക് പ്രാണൻ നൽകി ആശ്വസിപ്പിക്കണം. ഔഷധം കൊണ്ടുവന്ന എല്ലാവരും ജീവിച്ചെഴുന്നേൽക്കും.
ഹരിപുങ്കവനായ ഹനുമാൻ ജാമ്പവാന്റെ വാക്ക് കേട്ട് കോൾ കൊണ്ട കടൽ പോലെ കണക്ക് വായു ബലവായ്പ കൊണ്ട് നിറഞ്ഞു, ബലം ആർജിച്ചു, ശരീരം വലുതാക്കി അങ്ങനെ ആ ഹിമാലയത്തിലേക്ക് പോകാൻ സ്വയം വലുതായി. ഹനുമാൻ അങ്ങ് താൻ എവിടെയോ ആകാശവും മുട്ടയും പാടെ വളർന്ന പോലെ തോന്നി. ഹനുമാനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഹനുമാൻ അങ്ങേയറ്റം സന്തോഷമായി. ഹനുമാൻ ഉണ്ടെങ്കിൽ എല്ലാവരും ജീവിച്ചിരിക്കും, താൻ കാരണമാണല്ലോ ഇവർ രക്ഷപ്പെടാൻ പോകുന്നത് മറിച്ച് ഓജസ്സോടുകൂടിയ ഹനുമാൻ തൻ്റെ ശരീരം വലുതാക്കി ആ പർവ്വതോത്തമനെ അമർത്തിക്കൊണ്ട് നിൽക്കുന്ന പർവ്വതത്തെ അമർത്തി അടുത്ത പർവ്വതത്തിലേക്ക് ചാടുകയാണ്. ആ പർവ്വതോത്തമനെ അമർത്തിക്കൊണ്ട് പർവ്വത കൊടുമുടിയിൽ കയറി നിൽക്കുന്ന അടുത്ത പർവ്വതത്തിന്റെ കൊടുമുടിയിലേക്ക് കയറി നിൽക്കുന്ന വീരനായ ഹനുമാൻ രണ്ടാമതൊരു പർവ്വതം പോലെ കാണപ്പെട്ടു. കപിയുടെ കാൽ ചവിട്ടേറ്റ് തകർന്ന ആ പർവ്വതം താഴോട്ടമർന്നു. കടുത്ത പീഡയേൽപ്പിക്കപ്പെട്ട പർവ്വതത്തിന് തന്നെ താങ്ങാനാവാതെയായി. കപിയുടെ വേഗം മൂലം ആ പർവ്വതത്തിലെ വൃക്ഷങ്ങളെല്ലാം നിലത്ത് വീണ് കത്തിയെരിഞ്ഞു. ഹനുമാനാൽ ഞെരിക്കപ്പെട്ട ശൃംഗങ്ങളും നുറുങ്ങിപ്പോയി. അമർത്തലിൽ മരത്തോപ്പുകളും പാറക്കെട്ടുകളും തകർന്നുപോയി. ചാഞ്ചാടുന്ന ആ വൻമലയിൽ നിൽക്കാൻ വാനരന്മാർ ശക്തരായില്ല. വാനരന്മാർക്ക് ആ ഇളകിക്കൊണ്ടിരിക്കുന്ന മലയിൽ നിൽക്കാൻ കഴിഞ്ഞില്ല. വൻ വാതിലുകൾ ഉലഞ്ഞും ഗൃഹഗോപുരങ്ങൾ ഇടിഞ്ഞും പേടിച്ചു നടുങ്ങിയ ലങ്കാനഗരം നിശയിൽ നൃത്തം ചെയ്യുന്നത് പോലെയായി. പർവ്വതതുല്യനായ പവനപുത്രൻ പർവ്വതത്തെ പീഡിപ്പിച്ച് ആഴിയോടുകൂടിയ ഊഴിയെ മുഴുവൻ കുലുക്കി. അതിൽ നിന്ന വാനരൻ മേരുമന്ദര സദൃശവും അനേകം നീരുറവകൾ നിറഞ്ഞതും പലതരം മരങ്ങളും വള്ളികളും ഉള്ളതും വിടർന്ന കമലോത്പലങ്ങൾ തിങ്ങിയതും ദേവഗന്ധർവന്മാർ സേവിക്കുന്നതും 60 യോജന ഉയരമുള്ളതും വിദ്യാധരന്മാരും മുനിഗണങ്ങളും അപ്സരസ്സുകളും വസിക്കുന്നതും നാനാ മൃഗങ്ങളോടുകൂടിയതും അനേകം ഗുഹകളാൽ ശോഭിക്കുന്നതുമായ ആ മലയ പർവ്വതത്തിൽ കയറി. ഹനുമാൻ ആ മലയ പർവ്വതത്തിലേക്ക് കയറി. അവിടെ നിന്നാണ് ഇനി സമുദ്രം തരണം ചെയ്യാൻ ഹിമാലയത്തിലേക്ക് കുതിക്കുന്നത്. സമുദ്രം തരണം ചെയ്തുകൊണ്ട് ഹിമാലയത്തിലേക്ക് പോകാണ് ഹനുമാൻ. മേഘതുല്യനും മാരുതപുത്രനുമായ ഹനുമാൻ അവിടെയുള്ള യക്ഷകിന്നര ഗന്ധർവന്മാരെയെല്ലാം പരിഭ്രമിപ്പിച്ചുകൊണ്ട് വളർന്നു. പെട്ടെന്ന് വളർന്ന് വലുതായി സമുദ്രം തരണം ചെയ്യാൻ പോവാണ്. പാദങ്ങൾ കൊണ്ട് പർവ്വതത്തെ ചവിട്ടി അമർത്തി ബടവാഗ്നിമുഖം പോലെയുള്ള വായു പിളർന്ന് നിശാചരന്മാരെ നടുക്കിക്കൊണ്ട് അവൻ ഉച്ചത്തിൽ അലറി. അത്ഭുതകരമായ അലർച്ച കേട്ട ലങ്കയിലെ രാക്ഷസന്മാരെല്ലാം പേടികൊണ്ട് അനങ്ങാൻ പോലും കഴിയാത്തവരായി. ശത്രുസംഹാരകനും ഉഗ്രപരാക്രമിയുമായ ഹനുമാൻ അപ്പോൾ രാമനെ നമസ്കരിച്ച് രാമനു വേണ്ടി വൻകാര്യം ചെയ്യാനായി ഒരുങ്ങി. ശ്രീരാമന്റെ കാര്യത്തിന് വേണ്ടിയാണല്ലോ പോകുന്നത്. ആ ശ്രീരാമനെ വന്ദിച്ചുകൊണ്ട് ആണ് ഹനുമാൻ ചാടാൻ പോകുന്നത്. പ്രചണ്ഡ വേഗവാനായ അവൻ പാമ്പിനൊത്ത വാലുയർത്തി പൃഷ്ഠഭാഗം താഴ്ത്തി കാതുകൾ കൂർപ്പിച്ച് ബടവാമുഖത്തിനൊത്ത വായു പിളർന്ന് വാനിലേക്ക് കുതിച്ചു ചാടി. മരക്കൂട്ടങ്ങളും പാറകളും പർവ്വതങ്ങളും പ്രാകൃത വാനരന്മാരും അവന്റെ ഗതിവേഗം കൊണ്ട് ആകർഷിക്കപ്പെട്ടു. കൂട്ടത്തിൽ ഇതെല്ലാം തകർത്തുകൊണ്ടാണ് ഹനുമാൻ ചാടിയത്. കൈകളുടെയും തുടകളുടെയും വേഗത്താൽ പറത്തപ്പെട്ട അവയെല്ലാം സാവധാനത്തിൽ വെള്ളത്തിൽ വീണു. ഗരുഡനെ പോലെ വീര്യമുള്ള വായുപുത്രൻ സർപ്പസമങ്ങളായ കൈകൾ നീട്ടി പർവ്വതശ്രേഷ്ഠവും ഉന്നതവുമായ മേരുവിലേക്ക് ദിക്കുകളെയെല്ലാം വലിച്ചെടുക്കും പോലെ പാഞ്ഞുപോയി. തിരമാലകൾ ഇളകി മറിയുന്ന കടലിനെയും അതിൽ വട്ടം ചുറ്റുന്ന ജീവജാലങ്ങളെയും കണ്ടുകൊണ്ട് വിഷ്ണുകരത്തിൽ നിന്നോ വിട്ടയക്കപ്പെട്ട ചക്രം പോലെ അവൻ അതിവേഗം പാഞ്ഞുപോയി. വിഷ്ണു അയച്ച ചക്രം പോലെയാണ് ഹനുമാൻ പാഞ്ഞു പോകുന്നത്. അത്ര വേഗത്തിലാണ്. മലകളും മരത്തോപ്പുകളും പൊയ്കകളും പുഴകളും തടാകങ്ങളും ഉത്തമ നഗരങ്ങളും സമൃദ്ധമായ നാടുകളും കണ്ടുകൊണ്ട് ആ വായുപുത്രനായ ഹനുമാൻ വേഗത്തിൽ പോയി, പാഞ്ഞുപോയി.
പിതൃതുല്യ പരാക്രമിയും, അതായത് വായുവിൻ്റെ അത്രയ്ക്ക് പരാക്രമിയാണ്, വായുവിനെ പോലെ തന്നെ പിതൃതുല്യ പരാക്രമിയും വീരനുമായ ഹനുമാൻ തളർച്ച തട്ടാതെ ആദിത്യമാർഗത്തെ അവലംബിച്ച് സത്വരം യാത്ര ചെയ്തു. പെട്ടെന്ന് തന്നെ യാത്ര ചെയ്തു. വാനര സാർദുലനായ മാരുതനെ പോലെ മഹാവേഗത്തിൽ അലർച്ച കൊണ്ട് ദിക്കുകളെയെല്ലാം മാറ്റൊലി കൊള്ളിച്ചുകൊണ്ട് പോയി. മഹാകവിയായ മാരുതി ജാംബവാന്റെ വാക്ക് സ്മരിച്ചുകൊണ്ട് വായുവേഗതയിൽ ചെന്ന വേഗം ഹിമാലയ പർവ്വതം കണ്ടു. ഹിമാലയത്തിൽ എത്തിച്ചേർന്നു. നാനാതരം നീരുറവകളും അനേകം ഗുഹകളും ചോലകളും ചേർന്നതും വെൺമേഘങ്ങൾ കണക്കെയുള്ള ചാരുരൂപങ്ങളായ കൊടുമുടികളാലും വിവിധ വൃക്ഷങ്ങളാലും ശോഭിക്കുന്നതുമായ വിശിഷ്ട പർവ്വതത്തിൽ ചെന്നെത്തി. ഹനുമാൻ ആ ഹിമാലയത്തിൽ ചെന്നെത്തി. മേരുഗിരിയിൽ അവൻ അത്യുന്നതവും ശ്രേഷ്ഠവുമായ ഘോര ശൃംഗങ്ങൾ ചൂഴ്ന്ന ആ മഹാപർവ്വതത്തിൽ എത്തിയപ്പോൾ സൂര്യന്മാരുടെയും ഋഷിമാരുടെയും സംഘങ്ങൾ വസിക്കുന്ന പുണ്യകരങ്ങളായ ആശ്രമങ്ങൾ കണ്ടു. ബ്രഹ്മഗൃഹം, രജതാലയം, ഇന്ദ്രഗേഹം, രുദ്രന്റെ ശരപ്രയോഗസ്ഥാനം, ഹയഗ്രീവസ്ഥാനം, പ്രദീപ്തമായ ബ്രഹ്മശിരസ് എന്നിവയും കാലകിങ്കരന്മാരെയും കണ്ടു. ഹനുമാൻ കാണുകയാണ് അവിടെ ചെന്നിട്ട്. വജ്രാലയം, വൈശ്രവണന്റെ അളകാപുരിയൊക്കെ ഹിമാലയത്തിലാണ്. സൂര്യപ്രഭയുള്ള സൂര്യനിബന്ധനം, ബ്രഹ്മാസനം, ശങ്കരകാർമുക സ്ഥാനം, ഭൂമിയുടെ നാഭിസ്ഥാനം എന്നിവയും ഹനുമാൻ കണ്ടു. ശ്രേഷ്ഠമായ കൈലാസം, ഹിമവൽശില, ഋഷഭഗിരി, വിശിഷ്ടമായ കാഞ്ചനശൈലം, സർവ ഔഷധികളും മിന്നിത്തിളങ്ങുന്ന ശ്രേഷ്ഠമായ ഔഷധി പർവ്വതവും ഹനുമാൻ കണ്ടു. തീജ്വാല പോലെ തിളങ്ങുന്ന അത് കണ്ട് വിസ്മിതനായ ആ വായുപുത്രൻ ആ വിശിഷ്ടമായ ഔഷധി പർവ്വതത്തിൽ ചാടിക്കയറി ഔഷധച്ചെടികൾ തിരഞ്ഞു. മാരുതാത്മജനായ ആ ഹനുമാൻ 1000 യോജന ദൂരം ചാടിക്കടന്ന് ചെന്ന് ദിവ്യ ഔഷധങ്ങൾ നിറഞ്ഞ ആ പർവ്വതത്തിൽ സഞ്ചരിച്ചു. അപ്പോൾ ആ ഉത്തമ പർവ്വതത്തിൽ നിന്നിരുന്ന മോഹ ഔഷധികളെല്ലാം മറഞ്ഞു നിന്നു. മുഴുവൻ തങ്ങളെ തിരഞ്ഞ് ഒരുവൻ വന്നിരിക്കുന്നത് അറിഞ്ഞ് ഔഷധങ്ങളെല്ലാം മറഞ്ഞു കളഞ്ഞു. ആ മഹാത്മാവായ ഹനുമാൻ അവയെ കാണാഞ്ഞപ്പോൾ കോപിഷ്ഠനായി അരിശത്തോടെ ഉച്ചത്തിൽ അലറി. പൊറുക്കാനാവാതെ കത്തുന്ന കണ്ണുകളോടെ പർവ്വതേന്ദ്രനോട് പറയുകയും ചെയ്തു. എന്താ പറഞ്ഞത്? എന്താണ് നീ ഇങ്ങനെ നിശ്ചയിച്ചത്? രാമനിൽ നിനക്ക് അല്പവും അനുകമ്പയില്ലല്ലോ. ഹേ പർവ്വതേന്ദ്ര, എന്നാൽ ഇതാ എൻ്റെ കൈക്കരുത്തുകൊണ്ട് നിന്റെ ശരീരം തകരുന്നത് കണ്ടുകൊള്ളുക. ആ പർവ്വതത്തെ തന്നെ പുഴക്കിയെടുക്കാൻ പുറപ്പെടുകയാണ് ഹനുമാൻ. മരങ്ങൾ, ആനകൾ, സ്വർണം, അനേകായിരം ധാതുക്കൾ എന്നിവ ചേർന്ന അതിൻ്റെ ശൃംഗത്തെ കൊടുമുടികൾ പൊടിയുമാറ്, സാനുക്കൾ ജ്വലിക്കുമാറ് ഹനുമാൻ വേഗം അതിനെ പിടിച്ച് പുഴക്കിയെടുത്തു. അതും പിഴുതെടുത്ത് ദേവാസുരന്മാരടങ്ങിയ ലോകത്തെ മുഴുവൻ വിറപ്പിച്ചുകൊണ്ട് വാനിലേക്ക് ഉയർന്നു. അനേകം ആകാശചാരികളാൽ വാഴ്ത്തപ്പെട്ടുകൊണ്ട് ഗരുഡനെ പോലെ ഉഗ്രവേഗത്തിൽ തിരിച്ചുപോയി. സൂര്യസദൃശനായ അവൻ സൂര്യനെ പോലെ ശോഭിക്കുന്ന ആ ശിഖരവുമേന്തി സൂര്യമാർഗത്തിൽ വീണ്ടും എത്തി സൂര്യന്റെ സമീപം മറ്റൊരു സൂര്യനെ പോലെ വിളങ്ങി. സതേന ശൈലേന വൃഷം രാജ ശൈലോപമോ ഗന്ധവഹാത്മജസ്തു സഹസ്രധാരേണ സപാവകേന ചക്രേണ ഖേ വിഷ്ണുരിവാർപ്പിതേന. പർവ്വതതുല്യനായ ആ പവമാനപുത്രൻ ആ പർവ്വതത്താൽ തീപായുന്ന 1000 മുനയുള്ള ചക്രായുധത്താൽ വിഷ്ണു എന്ന പോലെ വാനിൽ അത്യന്തം ശോഭിച്ചു. പർവ്വതം എടുത്ത് ഉയർത്തിക്കൊണ്ടുപോകുന്ന ഹനുമാനെ കണ്ടാൽ ചക്രായുധം ധരിച്ച വിഷ്ണുവിനെ പോലെ തോന്നി. അർത്ഥം: വാനരന്മാർ അവനെ കണ്ട് ഉച്ചത്തിൽ അലറി. തിരിച്ചു വരുന്ന ആ ഹനുമാനെ കണ്ട് വാനരന്മാര് അലറി സന്തോഷത്തോടുകൂടി. അവനും അവരെ കണ്ട് സന്തോഷിച്ച് ഗർജിച്ചു. അവരുടെ ഉച്ചത്തിലുള്ള അട്ടഹാസം കേട്ട് ലങ്കാപുരിയിലുള്ളവർ, ആ രാക്ഷസന്മാരെല്ലാം
ഭയപ്പെട്ടു, ആർത്തു വിളിച്ച് കരയാൻ തുടങ്ങി. പിന്നെ ആ മഹാത്മാവ് ആ ശൈലോത്തമത്തിൽ വാനര സൈന്യത്തിൻ്റെ നടുവിൽ ഇറങ്ങി, ലങ്കയിൽ വന്ന് ഇറങ്ങി, വാനരന്മാരുടെ നടുവിൽ വന്നിറങ്ങി ഹനുമാൻ അവിടെയുള്ള വാനരോത്തമന്മാരെ ശിരസ വണങ്ങി വിഭീഷണനെ ആലിംഗനം ചെയ്തു. അവിടെ ആ നരരാജകുമാരന്മാർ ഇരുവരും മഹൌഷധികളുടെ ഗന്ധമേറ്റ് ശരമുക്തരായി. ആ ഔഷധങ്ങളുടെ ഗന്ധം തട്ടിയപ്പോൾ തന്നെ രാമലക്ഷ്മണന്മാരെല്ലാം മോഹാലസ്യം തീർന്ന് ശരമെല്ലാം ഊരിപ്പോയി മുക്തരായി തീർന്ന് എഴുന്നേറ്റു. മറ്റു വാനരവീരന്മാരും എഴുന്നേറ്റു. കൊല്ലപ്പെട്ട വാനരന്മാർ പോലും ആ വിശിഷ്ട ഔഷധികളുടെ ഗന്ധമേറ്റ് ഉറങ്ങുന്നവർ പ്രഭാതത്തിൽ ഉണരുന്നതുപോലെ ഉണർന്നെഴുന്നേറ്റു. തൽക്ഷണം തന്നെ തന്നെ അവര് ശരമുക്തരും വേദനയറ്റവരുമായി തീർന്നു. ആ വാനരന്മാർക്കാർക്കും അപകടമൊന്നും സംഭവിച്ചില്ല. മരിച്ചതുപോലും ജീവിച്ചെഴുന്നേറ്റു. അത് ലങ്കയിൽ വാനര രാക്ഷസന്മാരാർ എന്നു മുതൽ യുദ്ധം തുടങ്ങിയോ? വാനരന്മാരും രാക്ഷസന്മാരും തുടങ്ങി യുദ്ധം ചെയ്ത് എന്നു തുടങ്ങി യുദ്ധം ചെയ്തു അന്നു മുതൽ കൊല്ലപ്പെട്ട രാക്ഷസന്മാരെയെല്ലാം രാവണന്റെ ആജ്ഞ അനുസരിച്ച് ഈ രാക്ഷസന്മാര് സമുദ്രത്തിലേക്ക് വലിച്ചെറിഞ്ഞിരുന്നു. അഭിമാനം കാക്കാൻ വേണ്ടിയാണ് രാവണൻ അങ്ങനെ ചെയ്തത്. കൊല്ലപ്പെട്ട രാക്ഷസന്മാരെയെല്ലാം കടലിലേക്ക് വലിച്ചെറിഞ്ഞു. അതുകൊണ്ട് ആ രാക്ഷസന്മാരാരും ജീവിച്ചെഴുന്നേറ്റില്ല. അല്ലെങ്കിൽ ഈ ഔഷധത്തിന്റെ ഗന്ധം തെറ്റി അവരും ജീവിച്ചു പോയേനെ. അവരെ വലിച്ചെറിഞ്ഞത് കൊണ്ട് അത്രയും രാക്ഷസന്മാരെ ഇനി കൊല്ലേണ്ടി വരില്ല. അല്ലെങ്കിൽ അവർ ജീവിച്ചാൽ വീണ്ടും യുദ്ധം, വീണ്ടും മരണം. ഇങ്ങനെ വീരസാഹസ കൃത്യം ചെയ്ത ഹനുമാന്റെ കഥയാണ് ഇവിടെ പറയുന്നത്. തതോ ഹരിർഗന്ധവഹാത്മജസ്തോ മഹൌഷധീശൈലവമുദഗ്രവീര്യ നിനായ വേഗാധിമവന്തമേവ പുനശ്ചരാമേണ സമാജഗാമ. അനന്തരം അനിലപുത്രനും അതിവീര്യവാനുമായ ആ വാനരശ്രേഷ്ഠൻ ഹനുമാൻ ആ മഹൌഷധി പർവ്വതത്തെ അതിവേഗം ഹിമവാനിൽ തന്നെ തിരിച്ചെത്തിച്ച് വീണ്ടും ശ്രീരാമന്റെ അടുത്ത് തിരിച്ചു വന്നു. ഹനുമാന്റെ വീരപരാക്രമങ്ങളാണ് ഇവിടെ കണ്ടത്. സുന്ദരകാന്ഡത്തിൽ എന്നുപോലെ തന്നെ ഏറ്റവും വളരെ ഹനുമാന്റെ മഹത്വം അറിയുന്ന ഒരു ഭാഗമാണ് ഈ ഭാഗം വായിക്കുന്നത്. ഔഷധം കൊണ്ടുവരുന്നത് അവരെല്ലാവരെയും ബ്രഹ്മാസ്ത്രത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഹനുമാന്റെ ഈ കഥ വളരെ ശ്രേഷ്ഠമാണ്. ഹനുമാനെക്കുറിച്ച് പറയാതെ വയ്യ. സുന്ദരകാന്ഡത്തിൽ എങ്ങനെയുണ്ടോ അതുപോലെ തന്നെ ഇത് ഈ രണ്ട് പ്രവൃത്തികളും ഹനുമാന്റെ അങ്ങേറ്റം വീര്യമേറിയ ആ മഹൽ കാര്യമായിട്ട് തന്നെ കാണണം. ദേവന്മാരും എല്ലാവരും ആ ഹനുമാനെ വാഴ്ത്തി സ്തുതിച്ചു. ആ സമയത്താണ് ഇനി ഇന്ദ്രജിത്തും ലക്ഷ്മണനുമായിട്ടുള്ള യുദ്ധം, ലക്ഷ്മണൻ ഇന്ദ്രജിത്തിനെ വധിക്കുന്ന ഭാഗങ്ങളൊക്കെയാണ് അടുത്ത സർഗങ്ങളിൽ കേൾക്കാൻ സാധിക്കും. ഹനുമാനെക്കുറിച്ച് നമുക്ക് ഒരു ശ്ലോകം ചൊല്ലാം. ആഞ്ജനേയം മഹാവീരം രാമസീതാപ്രിയങ്കരം സർവസൽഗുണസമ്പന്നം വന്ദേ ശ്രീമാരുതാത്മജം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താ ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിസ്വഭാവാൽ കരോമി യദ്ദിൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീ ജഗദംബാർപ്പണമസ്തു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്.